എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പോഴത്തെ ഈ ഒരു കൊടും ചൂടിൽ നിന്നും നമ്മുടെ മനസ്സും ശരീരവും ഒരുപോലെ തണുപ്പിക്കാൻ പറ്റുന്ന നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള 3 വ്യത്യസ്ത രുചിയിലുള്ള നാരങ്ങ വെള്ളത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് കളർ കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. തന്നെയല്ല, എന്നും ഒരേപോലെ നാരങ്ങ വെള്ളം തയ്യാറാക്കി കുടിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു മടുപ്പുണ്ടാകും അല്ലേ? അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ഇതുപോലെ വ്യത്യസ്തമായിട്ട് നാരങ്ങ വെള്ളം തയ്യാറാക്കാനായിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുൻപ് നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ലൈം ജ്യൂസ് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് കസ്കസ് ഒന്ന് കുതിർക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ടേബിൾ സ്പൂൺ കസ്കസ് കുറച്ചധികം വെള്ളം ഒഴിച്ച് കുതിർക്കാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നല്ലപോലെ ഒന്ന് കുതിർന്ന് വരും. അപ്പം നമ്മുടെ ആദ്യത്തെ ലൈം ജ്യൂസ് തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് മുന്തിരിങ്ങയാണ്. ഞാനിപ്പോൾ ഇവിടെ 100 ഗ്രാം പച്ചമുന്തിരിങ്ങ നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വന്നിട്ട് കുരുവൊന്നും ഇല്ലാത്ത അത്യാവശ്യം മധുരവും പുളിയൊക്കെയുള്ള മുന്തിരിങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ നാരങ്ങയുടെ നീരാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു മീഡിയം സൈസിലുള്ള നാരങ്ങയുടെ നീര് ഞാൻ അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന മുന്തിരിങ്ങയ്ക്ക് അത്യാവശ്യം മധുരമൊക്കെ ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ മധുരത്തിൻ്റെ അളവൊക്കെ നിങ്ങളുടെ രുചിക്കനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് പുതിനയിലയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഇത്രയും പുതിനയിലയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അധികം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് എത്രത്തോളം നമുക്ക് ആ ഒരു ജ്യൂസ് വേണോ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ഗ്ലാസ് നാരങ്ങ വെള്ളമാണ് തയ്യാറാക്കുന്നത്. അതിന് ആവശ്യമായ വെള്ളം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ഒരു ചെറിയ പീസ് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഈ ഒരു പച്ചമുളകൊക്കെ നമുക്ക് ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല, ചെറിയൊരു പീസ് ചേർത്ത് കൊടുത്താൽ മതിയാകും. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ഒരു പീസ് ഇഞ്ചിയുടെ കഷ്ണം കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് അടിച്ചു കൊണ്ടുവരാം. അപ്പം ഞാൻ ഇതെല്ലാം ഇവിടെ നല്ലപോലെ ഒന്ന് അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് അരിച്ചെടുക്കാം. അത്യാവശ്യം നല്ല പുളിയും മധുരവും എരിവും ഒക്കെയുള്ള ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ നാരങ്ങാ വെള്ളം ഗ്രേപ്പ് ലൈം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് സെർവ് ചെയ്യാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ചധികം ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് നേരത്തെ കുതിർക്കാനായിട്ട് മാറ്റി വെച്ചിരുന്ന കസ്കസ് കുറച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ചെറിയ ചെറിയ പീസുകളാക്കിയ മുന്തിരിങ്ങയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്കിങ്ങനെ കുടിക്കുന്ന സമയത്ത് ചെറുതായിട്ട് കടിക്കാനൊക്കെ കിട്ടുമ്പോൾ നല്ലൊരു രസമായിരിക്കും. അപ്പം ഞാൻ അതും കൂടി കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഗ്രേപ്പ് ലൈമും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഗ്രേപ്പ് ലൈം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പുതിനയുടെ ഇലയൊക്കെ വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രേപ്പ് ലൈമാണിത്. അപ്പം നമ്മുടെ രണ്ടാമത്തെ ജ്യൂസ് തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഓറഞ്ചാണ്. അപ്പോൾ ഒരു ഓറഞ്ച് ഫ്ലേവറിലുള്ള ഒരു ലൈം ജ്യൂസാണ് നമ്മളിപ്പോൾ തയ്യാറാക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ ഇവിടെ 2 ഓറഞ്ച് അതിൻ്റെ ആ ഒരു നാരും കുരുവൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ആ ഒരു കുരുവൊക്കെ അതിലുണ്ടെന്ന് വരികിൽ നമ്മുടെ ഒരു ജ്യൂസിന് കയ്പ്പ് രസം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു കുരുവൊക്കെ നമുക്ക് റിമൂവ് ചെയ്ത് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നാരങ്ങാ നീരാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു മീഡിയം സൈസിലുള്ള നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. നാരങ്ങയുടെ കുരുവൊക്കെ കളഞ്ഞാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്കിതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് അടിച്ചു കൊണ്ടുവരാം.
അപ്പം ഞാൻ ഇതെല്ലാം ഇവിടെ നല്ലപോലെ ഒന്ന് അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഓറഞ്ച് ലൈമും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സെർവ് ചെയ്യാനായിട്ട് ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കസ്കസ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പച്ചമുളകാണ് കേട്ടോ. പച്ചമുളക് വന്നിട്ട് ചെറുതായിട്ട് ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞ് ഒന്ന് കൈകൊണ്ട് ജസ്റ്റ് തിരുമ്മിയതിന് ശേഷം ഈ ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം നമ്മുടെ ഓറഞ്ച് ലൈം ജ്യൂസ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഓറഞ്ച് ലൈം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ഒരു തവണയെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കുക, അത്ര ടേസ്റ്റിയാണ്. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ലൈം ജ്യൂസും കൂടി ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കുരുവൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷമാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ശേഷം ഒരു ചെറിയ പച്ചമുളകിൻ്റെ പീസ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഏലക്കയാണ്. നമുക്കിതിലേക്ക് ഒരു 3-4 ഏലക്ക നമുക്ക് ചേർത്ത് കൊടുക്കാം. ആ ഏലക്കയുടെ ഫ്ലേവറും മണമൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഒരു ലൈം ജ്യൂസ് വളരെ ടേസ്റ്റി ആയിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പുതിനയിലയാണ്. ഞാൻ ഇത്രയും പുതിനയില ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുതിനയുടെ ആ ഒരു ടേസ്റ്റാണ് ഈ ഒരു ലൈം ജ്യൂസിൽ മുന്നിട്ട് നിൽക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ല പോലെ ഒന്ന് അടിച്ചു കൊണ്ടുവരാം. അപ്പം ഞാൻ ഇതെല്ലാം ഇവിടെ നല്ലപോലെ ഒന്ന് അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മിൻറ്റ് ലൈം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് ഐസ് ക്യൂബ്സ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് കുറച്ച് കസ്കസ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ലൈം ജ്യൂസും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എരിവും പുളിയും മധുരവും ഒക്കെയുള്ള നമ്മുടെ മിൻറ്റ് ലൈം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ ഇതിലേക്ക് ഒരു 3-4 പീസ് പച്ചമുളക് ചെറുതായിട്ടൊന്ന് വട്ടത്തിൽ അരിഞ്ഞതിന് ശേഷം അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്ന ജ്യൂസിൻ്റെ അളവെന്ന് പറഞ്ഞാൽ ഓരോ ജ്യൂസും 2 ഗ്ലാസ് വീതമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ അതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള 3 വെറൈറ്റി നാരങ്ങ വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ നമ്മുടെ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടേക്ക് കെയർ. ബൈ.